അടിയന്തരാവസ്ഥ വാർഷികാചരണ വിവാദത്തിൽ പരോക്ഷ വിമർശനവുമായി ജി സുധാകരൻ. അടിയന്തരാവസ്ഥയെക്കുറിച്ച് നേരിട്ട് അറിവില്ലാത്തവരാണ് അതേക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് സുധാകരൻ പറഞ്ഞു. ചരിത്രം പഠിക്കാതെ പൊതുകാര്യം കൈകാര്യം ചെയ്യുന്നവർക്ക് ആ പ്രസ്ഥാനത്തോട് നീതി പുലർത്താൻ കഴിയില്ല. CPM പരിപാടിയെക്കുറിച്ച് തനിക്കറിയില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു. അടിയന്തരാവസ്ഥയെപ്പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സുപ്രധാനമായ ഘട്ടമാണ് 50 വർഷമായി എന്നുള്ളത്. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ, പൗരന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അത് മുഴുവൻ ക്യാൻസൽ ചെയ്ത് 28 മാസം ഇന്ത്യയെ ഒരു തുറന്ന ജയിലാക്കിയിട്ട കാലമാണ് അടിയന്തരാവസ്ഥ. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. മൊത്തത്തിൽ പഴയ ഓർമ്മകൾ സമൂഹത്തിലില്ലല്ലോ. രാഷ്ട്രീയമായിട്ടുള്ള രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ ഭൂരിപക്ഷവും പ്രസ്ഥാനത്തിന്റെ അതിന്റെ തുടർച്ചയെപ്പറ്റി അധികം സംസാരിക്കാൻ അറിയില്ല. അതറിയാത്തതുകൊണ്ട് കൂടിയാണ്. അതൊന്നും സ്റ്റഡി ചെയ്യുന്ന കാര്യമില്ല. അങ്ങനൊരു സ്ഥിതി ഉണ്ട്, മൊത്തത്തിലുണ്ട്, എല്ലാ പാർട്ടികളിലും ഉണ്ട്. എനിക്കതേപ്പറ്റി അറിയില്ല. എനിക്ക് അതേപ്പറ്റി ഒന്നും അറിയില്ല. അല്ല, എനിക്കറിയില്ല. നമുക്കതേപ്പറ്റി അറിയിപ്പില്ല, നമുക്കറിയത്തില്ല. ശരത് SS വിവരങ്ങളുമായി. ശരത്, ഇപ്പോൾ തന്നെ ക്ഷണിക്കാതിനെ കുറിച്ച് അദ്ദേഹം നേരിട്ട് പ്രതികരിക്കുന്നില്ല. പക്ഷേ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് അടിയന്തരാവസ്ഥയെക്കുറിച്ച് എന്തറിയാം എന്ന രൂപത്തിലുള്ള പ്രതികരണം അദ്ദേഹം നടത്തുകയാണ്. എന്താണിപ്പോൾ പരിപാടിയുമായി ബന്ധപ്പെട്ട പാർട്ടി പറയുന്നത്? എന്തുകൊണ്ട് അദ്ദേഹത്തെ ക്ഷണിച്ചില്ല എന്നതിലൊരു വിസ്തീർണം നമുക്ക് ലഭിക്കുന്നുണ്ടോ? CPIM നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. നാളെയാണ് ഈ പരിപാടി നടക്കുന്നത്. ജി സുധാകരന്റെ വീടിന് സമീപത്ത് വെച്ച് തന്നെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. CPIM ജില്ലാ കമ്മിറ്റി കീഴിലുള്ള സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഈ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് K അനിൽകുമാറാണ്. ഒപ്പം ജില്ലാ സെക്രട്ടറി R നാസർ, മജിസ്സലാം MLA അടക്കമുള്ള നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ ജി സുധാകരൻ, നമുക്കറിയാം, ജി സുധാകരൻ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച നേതാവാണ്. അന്ന് SFIയിൽ പ്രവർത്തിക്കുന്ന സമയത്തായിരുന്നു സുധാകരൻ ജയിൽവാസം അനുഭവിച്ചത്. 4 മാസത്തോളം ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെ അടിയന്തരാവസ്ഥക്കാലത്തെ ഇരകൂടിയായ ജി സുധാകരനെ മനഃപൂർവ്വം ഒഴിവാക്കി എന്നുള്ളതാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. അതിൽ കൂടിയാണ് ഇപ്പോൾ എന്തായാലും ജി സുധാകരൻ ഒരു പരോക്ഷ വിമർശനം നടത്തിയിരിക്കുന്നത്. ഈ പരിപാടിയെക്കുറിച്ച് തനിക്കറിയില്ല, CPIM ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കുന്നു എന്നുള്ള കാര്യം തനിക്കറിയില്ല. പക്ഷേ ചരിത്രം പഠിക്കാതെയാണ് പലരും ഇത്തരം കാര്യം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുന്നത്. നേരിട്ട് അറിയാത്തവരാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നത്. കുറച്ചു വർഷങ്ങൾ കൂടി കഴിഞ്ഞാൽ അടിയന്തരാവസ്ഥ കാലത്ത് ഇരുന്നവർ അവർക്ക് തന്നെ ഇല്ലാതാകുന്ന സാഹചര്യം വരും. അതിനു മുൻപ് തന്നെ അവരിൽ നിന്ന് കൂടി കാര്യങ്ങൾ അറിയുകയും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയുമാണ് വേണ്ടത് എന്നുള്ളതാണ് ജി സുധാകരൻ പറയുന്നത്. ചരിത്രത്തെ പഠിക്കാതെ പൊതുകാര്യം കൈകാര്യം ചെയ്യുന്നവർക്ക് ആ പ്രസ്ഥാനത്തോട് നീതി പുലർത്താൻ കഴിയില്ല എന്നും ജി സുധാകരൻ പ്രതികരിക്കുന്നു. അങ്ങനെ ഒരു പരോക്ഷ വിമർശനവുമായാണ് ഇപ്പോൾ എന്തായാലും ജി സുധാകരനുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയത്. നിലവിൽ എന്തായാലും നാളെയാണ് ഈ പരിപാടി നടക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ ഈ ജില്ലാ സെക്രട്ടറി R നാസർ, അതേപോലെ തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗം K അനിൽകുമാർ അടക്കമുള്ള നേതാക്കളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ഇതുവരെയും ജി സുധാകരന് ക്ഷണമുണ്ടായിട്ടില്ല ഈ പരിപാടിയില്ലെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ശരത് SS ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.